ഹലോ ഗായ്സ്, നമ്മുടെ ബോഗൻവില്ലേൻ്റെ സീസണൊക്കെ കഴിയാറായി. ഇനി അതിൻ്റെ കട്ടിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പരീക്ഷിച്ച് നോക്കാനുള്ള ടൈമാണ്. അതുപോലെ ഫസ്റ്റായിട്ട് പിടിപ്പിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഫസ്റ്റ് നാടൻ വെറൈറ്റികളൊക്കെ പിടിപ്പിച്ച് വെക്കാം. പിന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ ഉണ്ടാവും നാടൻ വെറൈറ്റികളൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളെ പൂക്കളെല്ലാം അടിപൊളിയായിട്ട് തന്നെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ കയാട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഫ്ലവർ വിരിയുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ പൂക്കൾ ഇട്ടിട്ടേ ഉള്ളായിരുന്നു. ഇപ്പോൾ നല്ല പൂക്കൾ ഇട്ടിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നണില്ലേ? കയാട്ട് നമ്മൾ ചെറിയ കുഞ്ഞി തൈ വാങ്ങിയതായിരുന്നു. വാങ്ങി അന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. മാറി പ്ലാന്റ് ഇല്ലാതായപ്പോൾ അതാണ് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂക്കൾ കാണുമ്പോൾ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഒരു സന്തോഷമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വൈറ്റ് വെച്ച് കൊടുത്തത് അതൊരു ഭംഗിയാണ് കേട്ടോ. വൈറ്റ് ഇങ്ങനെ വരുമ്പോൾ സാധാരണ നാടൻ വെറൈറ്റി വൈറ്റാണ്. നമ്മൾ സക്കൂറ ബെല്ലാക്കാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് പൂക്കൾ കേട്ടോ. നമ്മുടെ ഹവായി വൈറ്റാണ്. ഇനി ഹവായി വയലറ്റും കൂടി ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ റൈറ്റ് കൊണ്ട് ഇങ്ങനെ അങ്ങ് പിന്നോക്ക് നിൽക്കണം. പിന്നെ നമ്മുടെ ഫ്ലെയിം റെഡ് അവിടെ ഇങ്ങനെ ഹാങ്ങിങ് മോഡലാക്കി സെറ്റാക്കിയതാണ്. അത് ഹാങ്ങിങ്ങായി വരികയാണെങ്കിൽ വരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ വൈറ്റ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ വെച്ച് കൊടുത്താണേ. അപ്പോൾ ഒരു ഭംഗിയും കൂടി കിട്ടുന്നുണ്ട്. അടർന്നേൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞാടാനായിട്ടുണ്ട്. എന്നാൽ ഒന്ന് ഇളക്കി നോക്കി ഇത് കൊഴിഞ്ഞ് പോകണ്ടാന്ന് നോക്കാൻ. അപ്പോൾ ഒരു കമ്പ് ഫുള്ള് യെല്ലോ ആണ്. പക്ഷെ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ചിലവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ ഇതിൻ്റെ ഇടയിലും വൈറ്റ് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നത്. അങ്ങനെ വെച്ച് കൊടുത്ത് നോക്കിയതാണ് കേട്ടോ. എങ്കിലും ഇപ്പോൾ വല്ലാത്തതിമേലൊന്നും പൂക്കളില്ല. ഇതിലും മൂന്നാലെണ്ണത്തിന്മേൽ മാത്രമേ ഫ്ലവറുകളുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളതിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയതാണ്. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കണമൊക്കെ ഉണ്ട്. മഴ വരുമ്പോഴൊക്കെ നമ്മളെ ചില്ലി അടുത്ത ഫ്ലവറിങ് വരുന്നുണ്ട്. ബാക്കിയൊന്നും ഫ്ലവറിങ്ങിനുള്ള ലക്ഷണമൊന്നുമില്ല. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അടർന്നാണ് വിജയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ചെയ്ത് വേറെ ഉണ്ട്. പക്ഷെ അത് ഉണങ്ങിയിട്ടുമില്ല, അതുമില്ല. ഇത് ഏതാണെന്നും വലിയ ഐഡിയ. ഒന്നെങ്കിൽ ഫയറോപ്പാൽ ഓറഞ്ച് കരം അല്ലെങ്കിൽ ഫ്ലെയിം റെഡ് കരം, ഇതിലേതോ ഒന്നാണ്. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിപ്പിച്ച് നോക്കിയതായിരുന്നു. ഇതും പിടിച്ചതാണ്. ഇത് നമ്മുടെ ചില്ലിയാണെന്നുണ്ട്. ചില്ലി ഐസ്ക്രീമാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ വേറെ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അതാണ് വലിയൊരു ഇതിൽ കവറിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. തണലത്ത് കൊണ്ടും വെച്ചതാണ്. ഇവിടെ ഒരേ പിടിപ്പിച്ച് വെച്ചതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ പിടിപ്പിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. നന്നായിട്ട് പിടിപ്പിച്ചതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അങ്ങ് കൂടുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാടൻ വെറൈറ്റികളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉന്നം വെച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇപ്പോൾ നാടൻ വെറൈറ്റീനെ വല്ലാതെ അങ്ങ് ശ്രദ്ധിക്കലില്ല. കാരണം നല്ല അടിപൊളി ഹൈബ്രിഡുകളൊക്കെ കിട്ടി ഇപ്പം ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ്. വൈറ്റും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും അവിടെ അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ പുല്ലൊന്നല്ല, ഇതൊക്കെ അങ്ങോട്ട് വളർന്നങ്ങോട്ട് വലുതായതാട്ടോ ചെടികളൊക്കെ. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേറെയുള്ള ആൾക്കാരും അങ്ങ് കയറിയിട്ടുണ്ട്. ഇയാളൊക്കെ നല്ല ഫീഡായിട്ടുണ്ട്. ഇതൊക്കെ നുള്ളി പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അതുകൊണ്ട് നമ്മൾ താനെ കൊഴിഞ്ഞു പോയിക്കോളും എന്ന് കരുതിയിട്ടുണ്ട്. ഇതിലാണ് അടുത്ത പ്രതീക്ഷ. ഈ മരത്തിൽ ഫുള്ള് കമ്പുകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കണം എന്ന് വെച്ചിട്ട്. എങ്ങനെയുണ്ട്? ബൈ.